ഹായ്, നമ്മൾ ഇനി കോഷി സീക്വൻസ് എന്നുള്ള സെക്ഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറത്തിലേക്ക് കിടക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോഷി സീക്വൻസ് എന്താ ഡിഫൈൻ ചെയ്തു. അതേപോലെ തന്നെ കൺവേർജിങ് സീക്വൻസുകളെല്ലാം കോഷിയാണെന്ന് പ്രൂവ് ചെയ്തു. കോഷി സീക്വൻസുകളെല്ലാം ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്തു. കൺവേർജൻ സീക്വൻസുകളെല്ലാം കോഷിയാന്ന് പറയുന്നതിൻ്റെ കോൺവേഴ്സും റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ ട്രൂ ആണ്. ഓക്കെ, അതാണ് കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയൻ. അതായത് ഒരു സീക്വൻസ് റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആകാനുള്ള ഒരു നെസസറി സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് ആ സീക്വൻസ് കോഷി സീക്വൻസ് ആകാന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് കൺവേർജൻ്റ് ആകാനുള്ള നെസസറി സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് സീക്വൻസ് കോഷി ആകാന്നുള്ളത്. നമ്മളിപ്പോൾ ഞാൻ റിയൽ നമ്പേഴ്സ് എന്നുള്ളത് സീക്വൻസ് റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസാണ് എടുത്ത് പറയാൻ കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസ് റാഷണൽ നമ്പേഴ്സിൻ്റെ സ്പേസാണ് കരുതുന്നത്. ഓക്കെ, ഒരു റാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് റാഷണൽ നമ്പറിലേക്ക് തന്നെ കൺവേർജ് ചെയ്തോണമെന്നില്ല. ഓക്കെ, നമുക്ക് ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസൊക്കെ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. സ്ക്വയർ റൂട്ടിലേക്കൊക്കെ കൺവേർജൻ്റ് ആയിട്ട് വരുന്ന സീക്വൻസുകളെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം, റാഷണൽ സീക്വൻസ്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസ് റാഷണൽ നമ്പേഴ്സിൻ്റെ സ്പേസ് ആണെങ്കിൽ, ഒരു സ്ട്രക്ചറിലാണെങ്കിൽ അവിടെ കോഷി സീക്വൻസുകൾ എന്താകണമെന്നില്ല, കൺവേർജൻ്റ് ആകണമെന്നില്ല. റൂട്ട് ടൂലേക്കൊക്കെ കൺവേർജ് ചെയ്യുന്ന റാഷണൽ സീക്വൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. ആ കേസിൽ റാഷണൽ സീക്വൻസ് ആയിരിക്കും, അത് റാഷണൽ നമ്പറിലേക്ക് തന്നെ കൺവേർജ് ചെയ്തോണമെന്നില്ല, പക്ഷേ സ്റ്റിൽ അത് കോഷി ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് റിയൽ നമ്പേഴ്സിൻ്റെ കേസിലാണ്. റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ കൺവേർജൻസി ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യാനുള്ള നെസസറി സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് ആ സീക്വൻസ് കോഷി ആകുക എന്നുള്ളത്. സോ പ്രൂഫിലേക്ക് കിടക്കാം. നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയൻ്റെ ഒരു ഭാഗം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. അതായത് സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അത് കോഷി ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കോൺവേഴ്സാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് നമുക്ക് കോഷി ക്രൈറ്റീരിയൻ സ്റ്റേറ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം കൺവേർജിങ് സീക്വൻസ് എല്ലാം കോഷിയാന്നുള്ളത് ആദ്യം പ്രൂവ് ചെയ്യണം. അത് ഞാൻ ഇതിന് മുൻപ് ഒരു തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ പ്രൂഫും കൂടെ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ഇനി ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് സീക്വൻസ് എക്സ് എൻ ഈസ് എ കോഷി സീക്വൻസ്. സോ സീക്വൻസ് എക്സ് എൻ കോഷി ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സീക്വൻസ് എന്തായിരിക്കും? ബൗണ്ടഡ് ആയിരിക്കും. സീക്വൻസ് ബൗണ്ടഡ് ആയിരിക്കും. സോ ബൗണ്ടഡ് സീക്വൻസുകൾക്കെല്ലാം എന്തുണ്ടാകും? കൺവേർജൻ സബ് സീക്വൻസുകൾ ഉണ്ടാകും ബൈ Bolzano-Weierstrass theorem. And by Bolzano-Weierstrass theorem, sequence xn has a convergent subsequence. ആ കൺവേർജ് ചെയ്യുന്ന സബ്സീക്വൻസിനെ ഞാൻ എക്സ് എൻ കെ എന്ന് വിളിക്കുന്നുണ്ട്. സോ എക്സ് എൻ കെ എന്നുള്ള സീക്വൻസ് കൺവേർജ് ചെയ്യും. ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. ലെറ്റ് സീക്വൻസ് എക്സ് എൻ കെ കൺവേർജസ് ടു എക്സ്. നമ്മളിനി പ്രൂവ് ചെയ്യാം നമ്മളുടെ സീക്വൻസ് എക്സ് എൻ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളുടെ ക്ലെയിം. സോ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഫിക്സ് ചെയ്യാം. സോ എക്സ് എൻ കോഷി സീക്വൻസ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ h1 എക്സിസ്റ്റ് ചെയ്യും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് എൻ ആൻഡ് എക്സ് എം, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എൻ ആൻഡ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x1. അങ്ങനെ ഒരു h1 എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, നാച്ചുറൽ നമ്പർ x1 എക്സിസ്റ്റ് ചെയ്യും സിൻസ് ദി സീക്വൻസ് ഈസ് കോഷി സീക്വൻസ്. ഓൾസോ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എക്സ് എൻ കെ എന്നുള്ള സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യും. സോ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ കൊടുത്താൽ കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ദർ വിൽ ബി h2 എന്നാക്കാം കേട്ടോ. ദർ എക്സിസ്റ്റ് h2 ഇൻ n സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ കെ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h2. അപ്പോൾ ഞാൻ ആദ്യത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ 1 എന്ന് വിളിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ 2 എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഇന്നീക്വാളിറ്റിയും ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾക്കൊരു എച്ചിനെ ചൂസ് ചെയ്യണം. ഈ ഒരു ഇനീക്വാളിറ്റി
ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, എന്നും എമ്മും ഗ്രേറ്റർ ദാൻ H1 ആകണം. അതേപോലെ ഈ ഒരു ഇൻഇക്വാളിറ്റി ഹോൾഡ് ചെയ്യണമെങ്കിൽ NK എന്താകണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു H2 ആകും. അപ്പോൾ ഈ രണ്ട് ഇൻഇക്വാളിറ്റിയും ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ഒരു Hനെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ H1ൻ്റെയും H2ൻ്റെയും മാക്സിമം എടുത്താൽ മതി. ഓക്കെ, സോ മാക്സിമം എടുത്താൽ എന്നും എമ്മും ഗ്രേറ്റർ ദാൻ H ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു H ആണെങ്കിൽ H എന്ന് പറഞ്ഞാൽ H1ൻ്റെയും H2ൻ്റെയും മാക്സിമം ആയിരിക്കും. അപ്പോൾ H ഗ്രേറ്റർ ദാൻ H1 ആയിരിക്കും. സോ എന്നും എമ്മും ഗ്രേറ്റർ ദാൻ H1 ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു H1 ആയിരിക്കും. സോ അതേപോലെ തന്നെ NK ഗ്രേറ്റർ ദാൻ H ആണെങ്കിൽ H എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് X1 ആൻഡ് X2 ആണ്. സോ H ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു H2 ആയിരിക്കും. സോ NK ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു H2 ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഇൻഇക്വാളിറ്റി ഹോൾഡ് ചെയ്യും. സോ ചൂസ് H is equal to maximum of X1 and X2. സോ ഞാനും ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും Hൻ്റെ കേസിലും ഹോൾഡ് ചെയ്യും. ഓക്കെ, സോ ഞാൻ K ആയിട്ട് എന്തിനു ചൂസ് ചെയ്യുന്നുണ്ട്, ഒരു Kനെ ഇവിടെ ബിലോങ്സ് ടു എന്നാക്കാം കേട്ടോ. ലെറ്റ് K ബിലോങ്സ് ടു സെറ്റ് ഓഫ് NK സച്ച് ദാറ്റ് NK ഗ്രേറ്റർ ദാൻ H. Hൻ്റെ മുകളിലുള്ള ഒരു Hൻ്റെ മുകളിലുള്ള ഒരു NKനെ ഞാൻ K ആയിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ Kൻ്റെ കേസിലും ഇൻഇക്വാളിറ്റി 2 ഹോൾഡ് ചെയ്യും. M ഈക്വൽ ടു K ആവുന്ന കേസിലും ഈ ഒരു ഇൻഇക്വാളിറ്റിയും ഹോൾഡ് ചെയ്യും. കാരണം M ഈക്വൽ ടു K ആണെങ്കിൽ എന്നും എമ്മും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു H ആയിരിക്കും. അത് ഗ്രേറ്റർ ദാൻ H1 ആണ്. സോ എന്നും Kയും ഗ്രേറ്റർ ദാൻ H1 ആയിരിക്കും. സോ ഈ ഇൻഇക്വാളിറ്റി ഹോൾഡ് ചെയ്യും. അതേപോലെ NK എന്ന് പറഞ്ഞത് H കഴിഞ്ഞിട്ടുള്ള നമ്പറാണ്. സോ H2നെക്കാളും വലുതാണ്. അപ്പോൾ N2 H2നെക്കാളും വലുതായതുകൊണ്ട് ഈ ഒരു ഇൻഇക്വാളിറ്റിയും ഹോൾഡ് ചെയ്യും. സോ അതെഴുതി. സോ 2 implies modulus of xk minus x is less than epsilon by 2 and 1 implies modulus of xn minus xk will be less than epsilon by 2. സോ നമുക്ക് ഇനി xnനെയും xനെയും കണക്ട് ചെയ്യാം. എന്തുപയോഗിച്ചിട്ട്, xk ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ xn ആൻഡ് x when n greater than h will be equal to, നിങ്ങൾക്ക് xk ഉപയോഗിച്ചിട്ട് xnനെയും xനെയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ കണക്ട് ചെയ്യാം. സോ xkനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ xn മൈനസ് xkനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കാൻ xkനെ ഇവിടെയും കൊടുക്കുക, പ്ലസ് xk ഇവിടെ പ്ലസ് xk എന്നാക്കി കൊടുക്കുക, പ്ലസ് xk ആക്കി കൊടുക്കുക, മൈനസ് x വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി. ഇതിനൊരു ടേമും ഇതിനൊരു ടേമായിട്ട് കൺസിഡർ ചെയ്താൽ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി കൊടുത്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് xn മൈനസ് xk പ്ലസ് modulus of xn minus x by the triangle inequality of modulus function. സോ നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്തിട്ടുണ്ട് n ഗ്രേറ്റർ ദാൻ h ആയതുകൊണ്ട് xnഉം xkയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും. അതേപോലെ xkയും xും തമ്മിലുള്ള ഡിസ്റ്റൻസ് xkയും xും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും. xnഉം xkയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ടേമിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ ഡോമിനേറ്റ് ചെയ്യുന്ന എപ്സിലോൺ ബൈ 2 വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മോഡുലസ് ഓഫ് വിച്ച് വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു എപ്സിലോൺ. അതായത് n ഗ്രേറ്റർ ദാൻ h ആണെങ്കിൽ xnഉം xും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താകുന്നുണ്ട്, ലെസ് ദാൻ എപ്സിലോൺ ആവുന്നുണ്ട്. സോ ബൈ ഡെഫിനിഷൻ ഓഫ് കൺവേർജൻസ് the sequence xn converges to x. So first example ഞാനൊരു സീക്വൻസ് കോഷി ക്രൈറ്റീരിയൻ ഉപയോഗിച്ചിട്ട് കൺവേർജൻ്റ് ആണ് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡിഫൈൻ ചെയ്യുന്ന സീക്വൻസ് xn എന്ന് പറഞ്ഞാൽ ഒരു റെക്കറൻസ് സീക്വൻസ് ആണ്. അതായത് ഞാൻ x1നെ 1 ആയിട്ട് എടുത്തു, x2നെ 2 ആയിട്ട് എടുത്തു. ഇനി x3നെ എടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, തൊട്ട് മുന്നുള്ള x3ൻ്റെ തൊട്ട് മുന്നുള്ള രണ്ട് ടേമിൻ്റെ ആവറേജ്, അതായത് x2 പ്ലസ് x1 ബൈ 2. അപ്പോൾ x3 x4നെ കിട്ടണമെങ്കിൽ x2 പ്ലസ് അല്ലെങ്കിൽ x3 പ്ലസ് x2 ബൈ 2. അപ്പോൾ ജനറലി ഞാൻ nth ടേമിനെ കാണണമെങ്കിൽ xn എന്നുള്ള nth ടേമിനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, xnൻ്റെ തൊട്ട് മുന്നുള്ള രണ്ട് ടേംസിനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കും. അതായത് 1 ബൈ 2 ഇൻറ്റു xn മൈനസ് 2 പ്ലസ് xn മൈനസ് 1 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ 2.
സോ ഇത് കൺവേർജൻ്റ് ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാം. ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് n = 1 ആകുമ്പോൾ xn 1 × 2 ഇൻ ബിറ്റ്വീൻ ആണ് അസ്യൂം ചെയ്യുക. n-1 xn - 1 1 × 2 ഇൻ ബിറ്റ്വീൻ അസ്യൂം ചെയ്തിട്ട് xn 1 × 2 ഇൻ ബിറ്റ്വീൻ ആണ് പ്രൂവ് ചെയ്യുക. ഓക്കെ, അത് നമുക്ക് ഞാൻ എക്സസൈസ് ആയിട്ട് വിടുന്നുണ്ട്. ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ സീക്വൻസിൽ കൺസിക്വൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് മോഡുലസ് ഓഫ് xn - xn + 1 1/2n - 1 ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാം. അത് രണ്ടും നിങ്ങൾ എക്സസൈസ് ആയിട്ട് ചെയ്യാം. സോ നമ്മളുടെ സീക്വൻസ് ഇത് രണ്ടും പ്രൂവ് ചെയ്താൽ നമ്മളുടെ സീക്വൻസ് ബൗണ്ടഡ് സീക്വൻസ് ആണ്. ഓക്കെ, ബൗണ്ടഡ് സീക്വൻസ് എല്ലാം കൺവേർജ് ചെയ്തോണമെന്നില്ല. ഓക്കെ, കോഷിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. സോ നമ്മളുടെ കയ്യിലുള്ള ഒരു ഒബ്സർവേഷൻ കൺസിക്വൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 1/2n - 1 ആണ്. നമ്മൾ ഇനി പ്രൂവ് ചെയ്യുന്നത് ഈ സീക്വൻസ് കോഷിയാണെന്നാണ്. സോ കൺസിഡർ മോഡുലസ് ഓഫ് xn - xm. നമുക്ക് കോഷിയാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഞാൻ ആ ഡെഫിനിഷൻ്റെ മീനിങ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സീക്വൻസിലെ ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോർ സഫിഷ്യൻ്റ്ലി ലാർജ് എൻഡാനം എന്തായിട്ട് വരണം? 0ലേക്ക് അപ്രോച്ച് ചെയ്യും. സോ ഞാൻ പ്രൂവ് ചെയ്യുന്നത് മോഡുലസ് ഓഫ് xn - xm converges to 0 as n and m tends to infinity എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ കൺസിഡർ മോഡുലസ് ഓഫ് xn - xm. സോ ഞാൻ -xn + 1 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ +xn + 1 ആഡ് ചെയ്തു. തൊട്ടടുത്ത് -xn + 2 ഇൻട്രൊഡ്യൂസ് ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യാൻ +xn + 2 ചെയ്തു. അങ്ങനെ ചെയ്ത് അവസാനം xm + 1 വരെയുള്ള ടേംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുക. സോ അവസാനം നമുക്ക് എന്ത് വരും? -xm വരും. ഓക്കെ, ഇങ്ങനെ ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ്. ഇനി എന്ത് ചെയ്യുക? രണ്ട് ടേംസ് വീതം ആക്കിയെടുത്തിട്ട് അതിവിടെ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി കൊടുക്കുക. സോ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി കൊടുത്താൽ നമുക്ക് മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്യാം, പക്ഷേ ഈക്വാളിറ്റി പോയിട്ട് - (= എന്നുള്ള ഇനീക്വാളിറ്റി വരും. സോ ദിസ് വിൽ ബി <= മോഡുലസ് ഓഫ് xn - xn + 1 പ്ലസ് മോഡുലസ് ഓഫ് xn + 1 - x + 2 പ്ലസ് എക്സെട്ര. അവസാനത്തെ ടേം മോഡുലസ് ഓഫ് xm - 1 - xm. കൺസിക്വൻ്റ് ആയിട്ടുള്ള ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 1/2n - 1 ആണ്. അതായത് xnഉം xn + 1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് 1/2n - 1 ആണ്. സോ xnഉം xn + 1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് 1/2n - 1. xn + 1ഉം xn + 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് n + 1ൻ്റെ തൊട്ട് മുന്നുള്ള നമ്പർ പവർ 1/2ൻ്റെ പവർ, അതായത് n + 1ൻ്റെ തൊട്ട് മുന്നുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ n, അതിൻ്റെ 1/2ൻ്റെ പവർ. സോ 1/2n. അതേപോലെ പ്ലസ് എക്സെട്ര. അവസാനത്തെ ടേം xm - 1ഉം xmഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ m - 1ൻ്റെ തൊട്ട് മുന്നുള്ള നമ്പർ അത് 1/2ൻ്റെ പവർ ആയിട്ട് വരും. സോ m - 1ൻ്റെ തൊട്ട് മുന്നുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ m - 2. സോ 1/2n - 2. എല്ലാ ടേമിലും 1/2n - 1 കോമൺ ആണ് അല്ലേ? സോ 1/2n - 1 × 1 + 1/2 + 1/2² plus etc. 1/2n - (n-1). So this will be <= 1/2n - 2. As n tends to infinity, ഇത് അങ്ങോട്ട് കൺവേർജ് ചെയ്യും. 2ൻ്റെ പവർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. പക്ഷേ 2ൻ്റെ പവർ ഡിനോമിനേറ്ററിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്, ന്യൂമറേറ്ററിൽ 1 ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്. സോ ആസ് n tends to infinity ഇത് അങ്ങോട്ട് കൺവേർജ് ചെയ്യും, 0ലേക്ക് കൺവേർജ് ചെയ്യും. അതായത് xnഉം xmഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആസ് n and m tends to infinity അങ്ങോട്ട് കൺവേർജ് ചെയ്യും, 0ലേക്ക് കൺവേർജ് ചെയ്യും. സോ സീക്വൻസ് xn എന്താണ്? കോഷിയാണ്. സോ സീക്വൻസ് xn കൺവേർജൻ്റ് ആണ്. ഈസ് എ കൺവേർജൻറ്റ് സീക്വൻസ്. ഓക്കെ, സോ ഇനി ഒരു സീക്വൻസ് കോഷി ആകാനുള്ള ഒരു സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. അത് കൺട്രാക്റ്റീവ് സീക്വൻസ് ആകാമെന്ന്. കൺട്രാക്റ്റീവ് സീക്വൻസ് എന്താണെന്ന് നോക്കാം. എ സീക്വൻസ് xn ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് എ കൺട്രാക്റ്റീവ് സീക്വൻസ് ഇഫ് ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ c വിത്ത് 0 < c < 1. അതായത് ഒരു സീക്വൻസ് കൺട്രാക്റ്റീവ് സീക്വൻസ് ആകാനുള്ള ഒരു കണ്ടീഷൻ പറയാണ്.
അത് ഡിഫൈൻ ചെയ്യാണ്. 0ൻ്റെയും 1ൻ്റെയും ഇടയിലായിട്ട് ഒരു സി എന്നുള്ള നമ്പർ എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെ? മോഡുലസ് ഓഫ് xn plus 2 minus xn plus 1 will be less than or equal to c into മോഡുലസ് ഓഫ് xn plus 1 മൈനസ് xn. അതായത് സീക്വൻസിലെ xn plus 2 xn plus 1 ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏത് എന്നുണ്ടോ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാളും സി ടൈംസ് ചെറുതായിരിക്കും. ഓക്കെ, മോഡുലസ് ഓഫ് xn plus 2 മൈനസ് xn plus 1 is less than or equal to c into modulus of xn plus 1 minus xn for all n in set of natural numbers. ഞാൻ പറഞ്ഞു ഒരു സീക്വൻസ് കൺട്രാക്റ്റീവ് ആണെങ്കിൽ അത് കോഷി സീക്വൻസ് ആയിരിക്കും. കോഷി സീക്വൻസുകൾ റിയൽ നമ്പേഴ്സിൻ്റെ കോഷി സീക്വൻസുകളെല്ലാം കൺവേർജൻ്റ് ആയിരിക്കും. ഞാൻ പറയുന്നതൊക്കെ റിയൽ നമ്പേഴ്സിൻ്റെ കേസിലാണെന്ന് മനസ്സിലാക്കാം. റിയൽ നമ്പേഴ്സിൻ്റെ ജനറലി കോഷി സീക്വൻസുകൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസ് റാഷണൽ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ അവിടെ കോഷി സീക്വൻസുകൾ റാഷണൽ നമ്പറിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. കൺട്രാക്റ്റീവ് സീക്വൻസ് കോഷിയാണെന്ന് പ്രൂവ് ചെയ്യാം. കോഷിയാണെങ്കിൽ റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണെങ്കിൽ അത് കൺവേർട്ട് ചെയ്യും. സോ ലെറ്റ് xn be a contractive sequence. So there will be some real number c in between 0 and 1 such that modulus of xn plus 2 minus xn plus 1 is less than or equal to c into modulus of xn plus 1 minus xn. So നമുക്ക് ഇതിനെ മോഡുലസ് ഓഫ് xn plus 2 മൈനസ് xn plus 1നെ xn plus 2ഉം xn plus 1ഉം xnഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? c ഇൻറ്റു ഇവിടെ ഓൾറെഡി c ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു മോഡുലസ് ഓഫ് c ഇൻറ്റു മോഡുലസ് ഓഫ് xn plus 2 xn plus 1 മൈനസ് xn എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു xn മൈനസ് xn മൈനസ് 1 ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയി ചെയ്തു പോയാൽ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ xn മൈനസ് 1ന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു കൺട്രാക്റ്റീവ് സീക്വൻസിൻ്റെ കണ്ടീഷൻ കൊടുത്ത് പോയാൽ ഞാൻ അതിനെ എനിക്ക് എങ്ങോട്ടേക്ക് എത്തിക്കാം? x2ഉം x1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസിലേക്ക് എത്തിക്കാം. സോ അതാണ് ഫസ്റ്റ് ഒബ്സർവേഷൻ. മോഡുലസ് ഓഫ് xn plus 2 മൈനസ് xn plus 1 വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു മോഡുലസ് ഓഫ് xn plus 1 മൈനസ് xn. സോ ഇവിടെ മോഡുലസ് ഓഫ് xn plus 1 മൈനസ് xn എന്തിനേക്കാളും ചെറുതായിരിക്കും? c ഇൻറ്റു മോഡുലസ് ഓഫ് xn മൈനസ് 1 ബൈ സിൻസ് xn ഈസ് എ കൺട്രാക്റ്റീവ് സീക്വൻസ്. സോ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ c² ഇൻറ്റു മോഡുലസ് ഓഫ് xn മൈനസ് 1. അതായത് ഫസ്റ്റ് ഒബ്സർവേഷനിൽ നമ്മൾക്ക് ആദ്യത്തെ ഒരു ഇൻഇക്വാളിറ്റി വരുമ്പം ഫസ്റ്റ് സ്റ്റെപ്പിൽ c⁴ വരും, സെക്കൻഡ് സ്റ്റെപ്പിൽ c² വരും. അങ്ങനെ x2 മൈനസ് x1 മോഡുലസ് ഓഫ് x2 മൈനസ് x1ലേക്ക് എത്താൻ നമുക്ക് n സ്റ്റെപ്സ് വേണ്ടി വരും. സോ നമുക്ക് എന്ത് കിട്ടും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു c⁴n ഇൻറ്റു മോഡുലസ് ഓഫ് x2 മൈനസ് x1 ആണ് കിട്ടും. സോ നമ്മളിനി പ്രൂവ് ചെയ്യുന്നത് സീക്വൻസ് xn കോഷിയാണ്. സോ കൺസിഡർ മോഡുലസ് ഓഫ് xm മൈനസ് xn. ഞാൻ മോഡുലസ് ഓഫ് xm മൈനസ് xm plus 1നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, xm plus 1നെ ആഡ് ചെയ്ത് കൊടുത്തു കോമ്പൻസേറ്റ് ചെയ്യാൻ. അതേപോലെ മൈനസ് xm plus 2നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, തൊട്ടടുത്ത ടേമിൽ പ്ലസ് xm plus 2നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തു വന്നാൽ അവസാനം xn plus 1നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് മൈനസ് xnൽ എത്തണമെങ്കിൽ xn plus 1നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. തൊട്ട് മുന്നേ മൈനസ് xn plus 1നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, സോ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി കൊടുക്കുക. രണ്ട് ടേംസിനെ ഒരുമിച്ച് കൺസിഡർ ചെയ്തിട്ട് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി കൊടുത്താൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് xm മൈനസ് xm plus 1 പ്ലസ് മോഡുലസ് ഓഫ് xm plus 1 മൈനസ് xm plus 2 പ്ലസ് എക്സെട്ര മോഡുലസ് ഓഫ് xm മൈനസ് x പ്ലസ് xn plus 1 മൈനസ് xn എന്നുള്ള രൂപത്തിലെത്തും. കൺട്രാക്റ്റീവ് സീക്വൻസ് ആണ്. കൺസിക്വൻസ് ടേംസ് തമ്മിൽ എന്തുണ്ട്? റിലേഷൻസ് ഉണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
എക്സ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 2 മൈനസ് എക്സ് എൻ പ്ലസ് 1. ഇവിടെ എൻ പ്ലസ് 2 ആണെങ്കിൽ സി ടു ദി പവർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ടു ദി പവർ എൻ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് 2 മൈനസ് എക്സ് 1. സോ ഇവിടെ എക്സ് എം ആണ്. അപ്പോൾ എൻ പ്ലസ് 2 ആണെങ്കിൽ സി ടു ദി പവർ എൻ. അപ്പോൾ എം ആകുമ്പോൾ എന്ത് വരും? സി ടു ദി പവർ എം മൈനസ് 2 മോഡുലസ് ഓഫ് എക്സ് 2 മൈനസ് എക്സ് 1. അതേപോലെ എം പ്ലസ് 1 ആണ്. സോ സി ടു ദി പവർ എം മൈനസ് 3. ഓക്കെ, പ്ലസ് എക്സെട്ര പ്ലസ് സി ടു ദി പവർ എൻ മൈനസ് 1 മോഡുലസ് ഓഫ് എക്സ് 2 മൈനസ് എക്സ് 1. എക്സ് 2 മൈനസ് എക്സ് 1 കോമൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു സി ടു ദി പവർ എം മൈനസ് 2 പ്ലസ് സി ടു ദി പവർ എം മൈനസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് സി ടു ദി പവർ എൻ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് 2 മൈനസ് എക്സ് 1. ഇതൊരു ഫിക്സ്ഡ് നമ്പറാണ്. സി ടു ദി പവർ എൻ മൈനസ് 1 കോമൺ ആണ്. ഓക്കെ, സോ മാത്രമല്ല ഇതെന്താണ്? ഒരു ജോമെട്രിക് സീരീസാണ് വിത്ത് ഫസ്റ്റ് ടേം സി ടു ദി പവർ എൻ ആൻഡ് കോമൺ റേഷ്യോ, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ ടേംസിനെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ കോമൺ റേഷ്യോ എന്താണ്? സി വരും. സി. ഓക്കെ, അപ്പോൾ നമുക്ക് ആഡ് ചെയ്താൽ സി ടു ദി പവർ എൻ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് സി ടു ദി പവർ എം മൈനസ് എൻ ഡിവൈഡ് ബൈ 1 മൈനസ് സി. അതായത് നിങ്ങൾക്ക് ആദ്യം സി ടു ദി പവർ എൻ മൈനസ് 1 കോമൺ എടുത്താൽ ഇവിടെ നിന്ന് കൺസിഡർ ചെയ്താൽ 1 പ്ലസ് സി പ്ലസ് എക്സെട്ര സി ടു ദി പവർ എന്നിന് സി ടു ദി പവർ എം മൈനസ് 2 പിന്നെ താഴെ എഴുതുന്നുണ്ട് മൈനസ് എൻ മൈനസ് 1. സോ നമുക്ക് പിന്നെ ഇത് ജോമെട്രിക് സീരീസാണ്. ജോമെട്രിക് സീരീസിൻ്റെ സംഭവമാണ് നമുക്ക് പറയാം. സോ സി ടു ദി പവർ എൻ മൈനസ് 1 മൈനസ് സി ടു ദി പവർ എം മൈനസ് എൻ ഡിവൈഡ് ബൈ 1 മൈനസ് സി. നോക്കാം, ഇതൊരു ഫിക്സ്ഡ് നമ്പറാണ്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കൊടുത്താൽ 1 മൈനസ് സി ടു ദി പവർ എം മൈനസ് എൻ, സി ഇൻ ബിറ്റ്വീൻ 0 and 1 ആണ്. അപ്പോൾ ഇതെങ്ങനെയായാലും ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. 1ൻ്റെ നിന്ന് ഒരു സി 1-നേക്കാളും താഴെയുള്ള ഒരു പോസിറ്റീവ് നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇതിനെ നമുക്ക് ഒഴിവാക്കിയാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ടു ദി പവർ എൻ മൈനസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് 2 മൈനസ് എക്സ് 1 വരും. ഇതൊരു ഫിക്സ്ഡ് ടേം ആണ്. സി ഇൻ ബിറ്റ്വീൻ 0 and 1 ആണ്. സോ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സി ടു ദി പവർ എൻ മൈനസ് 1 എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? 0ലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഈ ഹോൾ ടേം എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? 0ലേക്ക് കൺവേർട്ട് ചെയ്യും. സോ നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് എൻ ആൻഡ് എക്സ് എൻ, അല്ലെങ്കിൽ എക്സ് എം ആൻഡ് എക്സ് എൻ കൺവേർജസ് ടു 0 ആസ് എൻ ആൻഡ് എം ടെൻസ് ടു ഇൻഫിനിറ്റി. 0 അല്ല, ടെൻസ് ടു ഇൻഫിനിറ്റി. സോ എക്സ് എൻ എന്താണ്? കോഷി സീക്വൻസ് ആണ്. കോഷി ആയതുകൊണ്ട് എക്സ് എൻ കൺവേർജൻ്റ് ആണ്. ഇത്രയാണ് നമുക്ക് കോഷി സീക്വൻസിൻ്റെ ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഒരു സെക്ഷനുള്ളത് ഫങ്ഷൻസിൻ്റെ ഒരു സെക്ഷനാണ് ബാക്കിയുള്ളത്. ബട്ട് ഓൾറെഡി നമ്മളത് കാൽക്കുലസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓവർവ്യൂ വേഗത്തിൽ പറഞ്ഞു തരും. ഓക്കെ, അതും കൂടെ ചെയ്താൽ നമ്മുടെ ഈ പോർഷൻ, ഈ ഒരു മൊഡ്യൂളും കൂടെ കംപ്ലീറ്റ് ആവും. ഓക്കെ, താങ്ക് യു.